ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ബോഡി മെഷർമെൻറ്റ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ക്ലാസ്സാണ്. ബോഡി മെഷർമെൻറ്റ്സ് ശരിയായ രീതിയിൽ എടുക്കാനും അത് ഒരു തുണിയിൽ അപ്ലൈ ചെയ്യാനും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ തയ്യലിൽ പകുതി കടമ്പ കടന്നു എന്ന് തന്നെ വിശ്വസിക്കാം. സ്റ്റിച്ചിങ് നല്ലപോലെ അറിയാവുന്ന ആളുകൾ പോലും ഈ മെഷർമെൻറ്റ്സ് എടുക്കാനുള്ള പേടി കാരണം അളവുടുപ്പൊക്കെ മേടിച്ചിട്ട് വെച്ച് അളവൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് അതിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം നല്ല രീതിയിൽ നമുക്കൊന്ന് അളവെടുക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പകുതി വിജയിച്ചു എന്ന് തന്നെ വിചാരിക്കാം. നമ്മൾ ആ പേടിയെല്ലാം മാറി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അളവെടുത്ത് തന്നെ പഠിക്കണം. നമ്മുടെ പുറത്തുനിന്ന് തന്നെ അപ്പോൾ ആളിന് അളവെടുക്കണമെന്നില്ല. നമ്മുടെ വീട്ടിലുള്ള ആരുടെയെങ്കിലും ബോഡിയിൽ നമുക്ക് അളവെടുത്ത് പഠിക്കാവുന്നതാണ്. അതിനും ബുദ്ധിമുട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ വളരെ വിലക്കുറവിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഡമ്മിയൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ അളവെടുത്ത് പഠിച്ചാലും മതി. അപ്പോൾ അളവെടുക്കുന്നതിനുള്ള പേടി ഇന്നത്തെ ഈ വീഡിയോയോട് കൂടി നിങ്ങൾക്ക് മാറിക്കിട്ടും. എന്ത് സംശയമാണെങ്കിലും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാവുന്നതാണ്. എനിക്ക് കഴിയുന്നത്ര വേഗത്തിൽ ഞാൻ നിങ്ങൾക്ക് മറുപടി തരും. ഞാൻ ഈ ബോർഡിൽ കൊടുത്തേക്കുന്ന അളവുകളുണ്ട്. ഈ അളവ് വെച്ചിട്ട് നമുക്ക് ചുരിദാർ ചെയ്യാം. ചുരിദാറിൻ്റെ പല മോഡൽ ചുരിദാറുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഫ്രോക്ക്, ഗൗണ്, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ഒരു മെഷർമെൻറ്റ് തന്നെ മതിയായിരിക്കും. അപ്പോൾ നമുക്ക് ചുരിദാർ മെഷർമെൻറ്റാണ് ഞാൻ ഈ കൊടുത്തേക്കുന്നത്. ഇത് തന്നെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ അളവുകളൊക്കെ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്നത് ചെസ്റ്റ് റൗണ്ടാണ്. ഇതിന് ഓരോന്നിനെ പറ്റി ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ചെസ്റ്റ് റൗണ്ട്, ബ്രസ്റ്റ് റൗണ്ട്, പിന്നെ വേണ്ടത് ഷേപ്പ് ലെങ്ത്, ഷേപ്പ് റൗണ്ട്. ഈ ഷേപ്പ് ലെങ്തും ഷേപ്പ് റൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് ലെങ്ത്, വേസ്റ്റ് റൗണ്ടാണ് കേട്ടോ. അതേപോലെ സ്ലിറ്റ് ലെങ്ത്, സ്ലിറ്റ് റൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഹിപ്പ് ലെങ്തും ഹിപ്പ് റൗണ്ടുമാണ്. അതേപോലെ തന്നെയാണ് ആ ഒരു കാര്യം ഡൗട്ട് വേണ്ട. ഈ വേസ്റ്റ് റൗണ്ടും ഹിപ്പ് റൗണ്ടും പലർക്കും മാറിപ്പോകാറുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കണക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ അളവുകൾ എഴുതി സൂക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ ഹിപ്പ് റൗണ്ടും ഹിപ്പ് ലെങ്തും എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി സൂക്ഷിക്കാം. പിന്നെ വേണ്ടത് ഷോൾഡർ, ആം ഹോൾ, ഫുൾ ലെങ്ത്, പിന്നെ ഫ്രണ്ട് നെക്ക് ലെങ്ത്, ബാക്ക് നെക്ക് ലെങ്ത്. അപ്പോൾ ഇത്രയും മെഷർമെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് ഞാനിന്ന് വീഡിയോയിൽ പറയുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നും ഏതൊക്കെ ഭാഗങ്ങളിലാണ് എടുക്കേണ്ടതെന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ കാണണം. എങ്കിൽ മാത്രമേ നല്ലപോലെ മനസ്സിലാവുകയുള്ളൂ. ഓരോ പാർട്ടിനെ കുറിച്ചിട്ടുള്ള വീഡിയോകൾ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓരോ പാർട്ടിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് തന്നെ ഇനി വരുന്ന വീഡിയോകളിൽ പഠിക്കാം കേട്ടോ. അപ്പോൾ അളവെടുക്കുന്നതിലുള്ള നിങ്ങളുടെയൊക്കെ ഒരു പേടി മാറ്റുക എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം. അപ്പോൾ നമുക്ക് അളവെങ്ങനെ എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ട് വേണ്ടത് ഒരു ടേപ്പാണ്. ഈ ഒരു ബുക്ക് കൂടി നമ്മൾ എടുത്ത് വെച്ചേക്കണം. ഇപ്പോൾ നമ്മൾ അളവെടുക്കുമ്പോൾ ഈ ടേപ്പിൽ തന്നെ ഇഞ്ച് അളവ് വരുന്നുണ്ട്, സെൻറ്റിമീറ്ററിലും അളവ് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇഞ്ചിലാണ് കേട്ടോ അളവെടുക്കുന്നത്. അതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എടുക്കാം, ഏതിൽ വേണമെങ്കിലും. അപ്പോൾ നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്യുമ്പോഴും സെയിം തന്നെ എടുക്കണമെന്നേ ഉള്ളൂ. ആദ്യമായിട്ട് ചെസ്റ്റ് റൗണ്ടാണ് എടുക്കുന്നത്. ചെസ്റ്റ് റൗണ്ട് എടുക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് ഇങ്ങനെ ആളിനോട് കൈ ഒന്ന് വിരിച്ച് വയ്ക്കാൻ പറയുക. എന്നിട്ട് ഇതേപോലെ ടേപ്പ്, ഞാൻ എടുത്ത പോലെ ടേപ്പ് അകത്തൂടെ ചുറ്റിയെടുത്തിട്ട് ഇതേപോലെ ഒരു വിരലകത്തേക്ക് പിടിച്ച് ചുറ്റിയെടുക്കുക, അളവെടുക്കുക. എന്നാൽ ഇത്ര ഉണ്ടോയെന്ന് നോക്കുക. ലൂസായിരിക്കണം. നമ്മൾ ടേപ്പ് ഒരുപാട് ടൈറ്റായിട്ട് പിടിക്കുകയേ ചെയ്യരുത്. ടേപ്പ് ലൂസായിരിക്കണം. അതായത് ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ബാക്കിലോട്ട് കൂടെ തിരിച്ച് നോക്കുക. ടേപ്പ് കറക്റ്റ് ഈ ലെവലിൽ തന്നെ വരണം. ഒരുപാട് ലൂസായിട്ട് ഇളന്ന് കിടക്കാനും പാടില്ല, ഒരുപാട് ടൈറ്റായിട്ട് ഇരിക്കാനും പാടില്ല. ഈ ഒരു രീതിയിൽ വേണം ചെസ്റ്റ് റൗണ്ടിൻ്റെ മെഷർമെൻറ്റ് എടുക്കാനായിട്ട്. എന്നിട്ട് ആളിനെ ജസ്റ്റ് നമ്മൾ ടേപ്പ് ഒന്ന് കറക്കി നോക്കണം. അതായത് ഈ ആളിനെ വെക്കുമ്പോൾ, നമ്മൾ ടേപ്പ് വെക്കുമ്പോൾ നോക്കിക്കോ, ഞാൻ ഈ ചെയ്യുന്ന പോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കറക്കി നോക്കണം. ഒരുപാട് കറക്കണമെന്നില്ല, കുറച്ചൊന്ന്, അതായത് കുറച്ച് ആ ഒരു ലൂസ് വേണം. അതായത് ടേപ്പ് അത്രയും ലൂസാക്കി നമ്മൾ പിടിക്കാവും. ഒരുപാടങ്ങ് ടൈറ്റായിട്ട് ടേപ്പ് അനങ്ങാത്ത രീതിയിൽ നമ്മൾ ശ്വാസം മുട്ടിച്ച് പിടിക്കരുത്. ഓക്കെ. അത് ബ്ലൗസിനൊക്കെ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞുതരാം കേട്ടോ. ബ്ലൗസിന് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഇത്രയും ലൂസാക്കി പിടിക്കില്ല. ചുരിദാറിനാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെസ്റ്റ് റൗണ്ട് എടുക്കുക. ചുരിദാർ, ഫ്രോക്കിനൊക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ ചെസ്റ്റ് റൗണ്ട് എടുക്കുക. ഇനിയാണ് രണ്ടാമത്തെ മെഷർമെൻറ്റ്, ബെസ്റ്റ് റൗണ്ട് വരുന്നത്. ബെസ്റ്റ് റൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ നെഞ്ചുണ്ടല്ലോ, ഈ ഒരു നമ്മുടെ ബ്രസ്റ്റിന് മുകളിലൂടെ, ബ്രസ്റ്റ് പോർഷന് മുകളിലൂടെ എടുക്കുന്നതാണ് ബെസ്റ്റ് റൗണ്ട്. ഈ ഒരു മെഷർമെൻറ്റ് എല്ലാവർക്കും വേണ്ട. അതായത് നമ്മുടെ ചെസ്റ്റ് റൗണ്ടിനെക്കാട്ടി കൂടുതലാണ് ബെസ്റ്റ് റൗണ്ടെങ്കിൽ മാത്രം. അത് നമുക്ക് ആളിനെ കാണുമ്പോൾ മനസ്സിലാവും. അല്പം ഫാറ്റായിട്ടുള്ള ആൾക്കാരായിരിക്കും ഇവർ. ഓക്കെ. അടുത്ത് നമുക്ക് വേസ്റ്റ് റൗണ്ട് നോക്കാം. അതായത് നമ്മുടെ ഇടവണ്ണം. ഈ ഇടവണ്ണം എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രിക്കുണ്ട്. നമ്മുടെ കൈയുടെ മുട്ടിൻ്റെ ഒരു മടക്കുണ്ടല്ലോ, ഈ ഒരു ലെവലിലായിരിക്കും മിക്കവാറും പേരുടെ ഇടവണ്ണം വരുന്നത്. ഇടവണ്ണം അഥവാ വേസ്റ്റ് റൗണ്ട് എടുക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ എന്താ പറയുന്നത്, അതായത് നമ്മുടെ ലെങ്ത് എടുക്കണം. ഈ ഇടവണ്ണം എന്ന് പറയുന്നതാണ് നമ്മുടെ ഷേപ്പ് വരുന്നത്, മെയിനായിട്ട് ഷേപ്പ് ആവുന്ന പാർട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ടേപ്പ് ഷോൾഡറിൻ്റെ അവിടെ വെച്ചിട്ട് താഴേക്ക് നമ്മുടെ ലേഡീസിന് അളവെടുക്കുമ്പോൾ ബ്രസ്റ്റിന് മുകളിലൂടെ വേണം ടേപ്പ് പിടിക്കാനായിട്ട്. എന്നിട്ട് ചരിച്ച് പിടിക്കരുത്. ചരിച്ച് പിടിക്കുമ്പോൾ അളവിൽ വ്യത്യാസം വരും. അപ്പോൾ ഈ ഒരു ലെങ്ത് ഇങ്ങനെ ഇതേപോലെ ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന പോലെ തന്നെ വിരൽ വെച്ച് പിടിച്ചിട്ട് വേണം ലെങ്ത് എടുക്കാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ അളവിൽ വ്യത്യാസം വരും.
അളവിൽ 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോളം വരെ നമുക്ക് ലെങ്ത് കുറയും നമ്മൾ അളവെടുത്ത് കഴിയുമ്പോൾ. ഇത് കൂടുതലും മെലിഞ്ഞ ആൾക്കാർക്ക് നമുക്കിത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ വണ്ണം കൂടിയ ആൾക്കാരിലാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് കിട്ടത്തില്ല. എന്നാൽ അവരുടെ ഒരു ഒതുങ്ങിയ ഭാഗം വരും, എങ്ങനെയായാലും വയറിൻ്റെ ഒരു ഒതുങ്ങിയ ഭാഗം വരും. ആ ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ വണ്ണം എടുക്കുക. അതിപ്പം മിക്കവാറും പേർക്ക് വരുന്നത് ഒരു 13.5-ക്കും ഒരു 16.5-ക്കും ഇടയിലായിരിക്കും ഷേപ്പ് റൗണ്ട് വരുന്നത്. നല്ല ഹൈറ്റൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ മാത്രമേ ഒരു 17 വരെ ഇടവണ്ണം പോവുകയുള്ളൂ. അതിൽ കൂടുതൽ ഇടവണ്ണം പോകത്തില്ല. അപ്പോൾ ഈ ഒരു 13.5-ക്കും 17-നും ഇടയ്ക്ക് വെച്ചിട്ട് നിങ്ങൾ ഇടവണ്ണം എടുക്കുക. ഈ വേസ്റ്റ് റൗണ്ടിന് തന്നെയാണ് കേട്ടോ ഇടവണ്ണമെന്നും ഷേപ്പ് റൗണ്ടും എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് വേണ്ടത് സ്ലിറ്റ് ലെങ്ത് അഥവാ സ്ലിറ്റ് റൗണ്ടാണ്. ഈ സ്ലിറ്റ് ലെങ്തും സ്ലിറ്റ് റൗണ്ടും തന്നെയാണ് ഹിപ്പ് റൗണ്ടും ഹിപ്പ് ലെങ്ത് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇടുപ്പ് ഭാഗം. ഹിപ്പ് ചെയിൻ ഓർത്തിരുന്നാൽ നമുക്കിത് ഈ കാര്യം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഹിപ്പ് ചെയിനൊക്കെ യൂസ് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഒരു പോർഷനാണ്. ഇതും നമ്മൾ ടേപ്പ് എടുക്കുമ്പോൾ ബ്രസ്റ്റിന് മുകളിൽ കൂടെ തന്നെ നമ്മൾ ടേപ്പ് ഇതേപോലെ പിടിച്ചെടുക്കണം. ചരിച്ച് പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ സൈഡിൽ കൂടെ ഒക്കെ ടേപ്പ് ഇങ്ങനെ ചരിച്ച് പിടിച്ചെടുക്കില്ലേ, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വേണം, നിങ്ങൾ അതേ അളവ് തന്നെ ചരിച്ച് തന്നെ തുണിയിലും പിടിച്ച് നിങ്ങൾ മാർക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ ലെങ്ത് വ്യത്യാസം വരും, ഒരു ഇഞ്ചൊക്കെ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്ലിറ്റ് ചിലപ്പോൾ മേലോട്ട് കയറിപ്പോകും. അപ്പോൾ അതിനേക്കാൾ നല്ലത് നമ്മൾ ബ്രസ്റ്റിന് മുകളിൽ കൂടെ തന്നെ ടേപ്പ് പിടിച്ചെടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു വിരൽ അകത്തേക്ക് വെച്ചിട്ട് അളവെടുക്കുക. ഇതൊക്കെ നമ്മൾ തുണിയിലേക്ക് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എത്ര ലൂസ് വേണം, നമുക്ക് നല്ല ലൂസ് വേണം ലൂസ് കൊടുക്കുക. അതൊക്കെ തുണിയിലേക്ക് മാർക്ക് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ ലൂസ് ആഡ് ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ ടേപ്പ് ലൂസാക്കി പിടിച്ചിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത് എടുക്കാം. നെക്ക് ലെങ്ത് എടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ടേപ്പ് ഇതേപോലെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന്, നമ്മുടെ തോളിൻ്റെ കഴുത്തിൻ്റെ അവിടെ നിന്നിട്ട് നമ്മൾ താഴേക്ക് പിടിച്ച് ടേപ്പ് ഇതേപോലെ പിടിച്ചിട്ട് നെക്ക് അളവെടുക്കുക. നെക്കിന് അളവെടുക്കുമ്പോൾ വൈഡ് എത്ര വേണമെന്ന് അവരോട് ചോദിക്കുക. എന്നിട്ട് ആ ഒരു വൈഡിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, അത് നെക്ക് അവർക്ക് എത്രയാണ് അകലം വേണ്ട, ആ ഒരു പോർഷനിൽ നിന്ന് വേണം നമ്മൾ താഴേക്ക് ടേപ്പ് പിടിച്ചിട്ട് നെക്കിൻ്റെ അളവെടുക്കാൻ. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഷോൾഡർ ഇങ്ങനെ ചെരിവ് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ചെരിവിനനുസരിച്ച് അളവിൽ വ്യത്യാസം വരും. അതേപോലെ നെക്ക് വൈഡ് എടുക്കേണ്ടത് ഈ ഒരു പോർഷനിൽ ടേപ്പ് വെച്ചിട്ട് അവരോട് ചോദിക്കണം എവിടെ വരെ നിങ്ങൾക്ക് വൈഡ് വേണം, ഷോൾഡർ എവിടെ തൊട്ട് തുടങ്ങണമെന്ന് ചോദിച്ചിട്ട് വേണം നിങ്ങൾ നെക്ക് വൈഡ് എടുക്കാൻ. എന്നിട്ട് അവിടുന്ന് താഴേക്ക് ടേപ്പ് പിടിച്ച് വേണം നെക്കിൻ്റെ ഇറക്കം എടുക്കാൻ. ഇനിയാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് മെഷർമെൻറ്റ് ഷോൾഡർ മെഷർമെൻറ്റ്. ഇത് കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അളവുകളൊക്കെ ഏകദേശം മൊത്തം തെറ്റി കഴുത്തൊക്കെ ലൂസായി ആ ഒരു കുറേ പ്രശ്നങ്ങളുണ്ടാകുന്ന ഈ ഒരു മെഷർമെൻറ്റ് തെറ്റുമ്പോഴാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം. ഇതേപോലെ ടേപ്പ് സ്ട്രെയിറ്റായിട്ട് തന്നെ പിടിക്കണം. ടേപ്പ് ഇങ്ങനെ താഴ്ന്ന് കിടക്കാനോ ലൂസാവാൻ ഒന്നും പാടില്ല. അതേപോലെ അളവെടുക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ ആ ആളോട് സ്ട്രെയിറ്റായിട്ട് നിൽക്കാൻ പറയണം, ചെരിഞ്ഞൊന്നും നിൽക്കരുതെന്ന് പറയണം. ഇതേപോലെ ടേപ്പ് സ്ട്രെയിറ്റായിട്ട് നമ്മൾ പിടിച്ചിട്ട് 2 തോളെല്ലുകൾ തമ്മിലുള്ള ഇടയ്ക്കുള്ള ഭാഗം ഉണ്ടല്ലോ, അതായത് ഒരു തോളിൻ്റെ അറ്റം മുതൽ മറ്റേ തോൾ വരെ നമ്മുടെ കൈ തുടങ്ങുന്ന ഭാഗത്തിന് ഉള്ള ഒരു ബോണുണ്ടല്ലോ, ആ ഒരു എല്ലിൻ്റെ അവിടെ നമ്മൾ ടേപ്പ് വയ്ക്കണം. അത് എല്ലാവർക്കും വണ്ണമുള്ളവർക്ക് കിട്ടാൻ പാടാണ് കേട്ടോ, പെട്ടെന്ന് കിട്ടില്ല. പക്ഷെ നമ്മളൊന്ന് കൈ വെച്ച് ജസ്റ്റ് തോളിന് മുകളിലൊന്ന് പ്രസ് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടും. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. ഷോൾഡറിൻ്റെ എല്ല് കിട്ടിയില്ലല്ലോ എന്നൊക്കെ വെച്ചിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും ഏതറ്റം മുതലാണ് ഏതറ്റം വരെയാണ് ഇവർക്കുള്ള ഷോൾഡർ എന്ന്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഷോൾഡറിൻ്റെ പുറത്തൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്താൽ നമ്മുടെ സ്ലീവ് അവരുടെ കൈ തുടങ്ങുന്ന ഭാഗം ഉണ്ടല്ലോ, അതിന് മുകളിലായിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു വിരൽ ഒന്ന് താഴ്ത്തി പ്രസ് ചെയ്യുമ്പോൾ നമുക്കവിടെ എല്ല് നമ്മുടെ വിരൽ ഫീൽ ചെയ്യും. ആ ഒരു എല്ലിൻ്റെ അവിടെ വരെ വേണം നമ്മൾ ഈ അളവെടുക്കാനായിട്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഷോൾഡർ മെഷർമെൻറ്റ് ക്ലാസ് ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇട്ട് തരും കേട്ടോ. അതേപോലെ ബാക്ക് നെക്കും ലെങ്ത് എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട് നെക്ക് എടുത്ത് അതേപോലെ തന്നെയാണ് ബാക്ക് നെക്ക് ലെങ്തും എടുക്കുന്നത്. തോളിൻ്റെ അവിടെ അവർക്ക് വൈഡ് എവിടെയാണോ വേണ്ടത് അവിടെ വരെ നമ്മൾ ടേപ്പ് വയ്ക്കുക. അവിടുന്ന് താഴേക്ക് നമ്മൾ അളവെടുക്കുക. ഈ ഒരു രീതിയിലാണ് ബാക്ക് നെക്കിൻ്റെ ഇറക്കം എടുക്കേണ്ടത്. ഇനി നമുക്ക് വേണ്ട അളവെന്ന് വെച്ചാൽ ആം ഹോളാണ്. ആം ഹോൾ അളവെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കസ്റ്റമറോട് പറയുക കൈ ഇങ്ങനെ ഇടുപ്പിൽ കുത്തിവെക്കാൻ. ഇങ്ങനെ വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആം ഹോളിൻ്റെ കറക്റ്റ് അളവ് കിട്ടത്തുള്ളൂ. എന്നിട്ട് അതിനുശേഷം നമ്മൾ ടേപ്പ് ഉണ്ടോ, ടേപ്പ് ഇതേപോലെ കൈക്കുഴിക്ക് ഇടയിലൂടെ ഇതേപോലെ ഇങ്ങനെ ടേപ്പ് പിടിക്കുക. എന്നിട്ട് കൈ അല്പം താഴ്ത്തിയിടാൻ പറയുക. കൈ അങ്ങ് താഴ്ത്തി ഇടിയിപ്പിക്കുക. താഴ്ത്തി ഇടിയിപ്പിച്ചിട്ട് വേണം ടേപ്പിൻ്റെ റൗണ്ട് ഇതേപോലെ എടുത്തിട്ട് അളവയ്ക്കുക. കൈ താഴ്ത്തിടിപ്പിക്കുക. താഴ്ത്തിടിപ്പിച്ചിട്ട് താണ്ട ഇതേപോലെ ടേപ്പ് പിടിക്കുക. ഒരു വിരൽ ലൂസ് കൊടുക്കാം കേട്ടോ. ഒരു വിരൽ അകത്തേക്ക് കയറ്റിയിട്ട് വേണം അളവെടുക്കുക. ആം ഹോൾ റൗണ്ടും അങ്ങനെ തന്നെ എടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് ഫുൾ ലെങ്താണ്. ഷോൾഡർ ടു ഫുൾ ലെങ്ത്. നമ്മൾ എവിടെ വരെയാണോ നമുക്ക് ലെങ്ത് വേണ്ടത് അവിടെ വരെ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആളിനെ നിവർത്തി തന്നെ നിർത്തുക. എന്നിട്ട് ഷോൾഡർ മുതൽ താഴെ അറ്റം വരെ നമുക്ക് എവിടെ വരെയാണോ ലെങ്ത് വേണ്ടത് അവിടെ വരെ നമ്മൾ ഈ ടേപ്പ് പിടിക്കുക. ബ്രസ്റ്റിൻ്റെ മുകളിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
ഇതേപോലെ ഒരു വിരൽ അവിടെ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ താഴേക്ക് അളവെടുക്കാനായിട്ട്. എവിടെ വരെയാണോ ലെങ്ത് വേണ്ടത് അവിടെ വരെ ടേപ്പ് പിടിച്ച് അളവെടുക്കുക. അത് കസ്റ്റമറുടെ ചോയ്സാണ് കേട്ടോ അത്. ഇനി അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് സ്ലീവിൻ്റെ ലെങ്തും സ്ലീവ് റൗണ്ടുമാണ്. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത് എടുക്കുകയെന്ന് വെച്ചാൽ നമുക്ക് അതൊക്കെ കസ്റ്റമറിൻ്റെ ചോയ്സാണ് എവിടെ വരെയാണ് നീളം വേണ്ടത്. നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ടേപ്പ് വെക്കേണ്ടത് ഈ ഒരു സ്ലീവ് നമ്മുടെ കൈ തുടങ്ങുന്ന ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ കൈയുടെ തോളലിൻ്റെ ഭാഗത്ത് നിന്ന് കൈ തുടങ്ങുന്ന ഭാഗത്ത് ടേപ്പ് വയ്ക്കുക. എന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് വേണം നമ്മൾ അളവെടുക്കാൻ. എന്നിട്ട് ഇതേപോലെ എവിടെയാണോ അവർക്ക് എവിടെ വരെയാണോ കൈ വേണ്ടത് അവിടെ വെച്ചിട്ട് നമ്മൾ ഒരു വിരൽ ടേപ്പിനുള്ളിൽ വെച്ചിട്ട് അളവെടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക.